വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് നാളായി വീണ്ടും വീഡിയോ ഇട്ടിട്ട് പക്ഷെ നമ്മളിത് ആക്റ്റീവ് ആക്കി എടുക്കും അല്ലേ മുത്തേ? വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് കോറമൻഡിൽ പോവാ. അപ്പം അവിടെ പോകുന്ന വഴിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ആക്ച്വലി താമസിക്കുന്നത് ഓക്ലൻഡിലാണ്. അവിടെ നിന്നൊരു 2.5-3 hours ഡ്രൈവ് ഉണ്ട് നമ്മൾ ഈ പോകുന്ന കോറമൻഡിലോട്ട്. നമ്മൾ സിറ്റിയിൽ നിന്ന് കുറച്ച് ഔട്ടറിലോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഇങ്ങനെ റോഡും അതിൻ്റെ ചുറ്റും ഇങ്ങനെ കുറേ പച്ചപ്പും ഒക്കെയാണ്. പിന്നെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ടൗൺഷിപ്സ് കാണും. ചെറുതായിട്ടൊന്ന് കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇവിടെ നിർത്തി. ഫുഡ് കഴിച്ച സന്തോഷത്തിൽ നമ്മുടെ ചെറുക്കൻ ഫുൾ ഓൺ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ സമയം കളയാതെ നമ്മൾ സ്ഥലത്തെത്തി. ഇതോ ആ കാണുന്ന വീടിൻ്റെ ഫ്രണ്ടിലാട്ടോ നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയത്. പേയാൻ പാർക്കാണ്, അല്ലെങ്കിൽ നമ്മൾ താഴെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ കുറേ ദൂരം നടന്ന് കയറേണ്ടി വന്നേനെ. സോ നമ്മൾ ആ വീടിൻ്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ട് നൈസായിട്ട് പയ്യെ നടക്കാൻ തുടങ്ങി. ഇവിടെ മോളിൽ നിന്നുള്ള വ്യൂ തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ. ഇനിയിപ്പം നമ്മൾ പയ്യെ താഴത്തോട്ട് നടക്കാൻ തുടങ്ങും, നേരെ കാത്തീഡ്രൽ കർവ് റോഡ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വലിയ ജയൻറ്റ് നാച്ചുറൽ ആർച്ച് റോക്കും വൈറ്റ് സാൻഡാണ് ഇവിടെ ഉള്ളത്. പിന്നെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറും. നമുക്ക് താഴെ നടന്നു പോയിട്ട് എല്ലാം കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. താഴത്തോട്ട് ഒത്തിരി നടക്കാനുണ്ട്. അത്യാവശ്യം കയറ്റവും ഇറക്കവും ഒക്കെ ആയിട്ടാണ് ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ്. ഇവിടെ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ താഴത്തോട്ട് വിടാം. പോകുന്ന ഓരോ വഴിയും ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു ടൈപ്പ് വഴികളാണ്. പലതും പല രീതിയിലുള്ള ഭംഗിയാണ്. ഇപ്പം കാണുന്ന എല്ലാവർക്കും കുറച്ച് കഴിയുമ്പോൾ കാണും. നമ്മൾ ശക്തമായി താഴേക്ക് ഇറങ്ങും, അതിൽ ശക്തമായി മുകളിലേക്ക് കയറും അല്ലേ. നമ്മുടെ നൊവാപ്പിയും ബോയ്സ് ഗ്യാങ്ങിൻ്റെ കൂടെ ശക്തമായിട്ട് വച്ച് പിടിക്കുന്നുണ്ട് ഇപ്പം. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ പോകുന്ന വഴി പലതും പല രീതിയിലുള്ള ഭംഗിയായിരുന്നു. ചിലയിടത്ത് ഒരു രീതിയിലാണെങ്കിൽ മറ്റു ചിലയിടത്ത് വേറെ രീതിയിലുള്ള ഭംഗിയായിരുന്നു. നമ്മുടെ നൊവാപ്പി ഒരു മടിയും കൂടാതെ ആസ്വദിച്ച് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നടന്ന് മടുത്തപ്പം ഇവിടെ ഒരു മിഡ് വേയിൽ ഒരു ഐസ്ക്രീം ട്രക്ക് കണ്ടു. ഇത് എല്ലാ ദിവസവും ഉള്ളതാണെന്ന് അറിയത്തില്ല, എന്തായാലും ഞങ്ങൾ പോയപ്പം അവിടെ ഉണ്ടായിരുന്നു. സോ ജസ്റ്റ് എല്ലാവരും ഒന്ന് പോസ് ചെയ്ത് അവിടെ തന്നെ ഒരു റെസ്റ്റ് റൂമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഉണ്ടെന്ന് തോന്നുന്നു. സോ അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തൊരു 5-10 മിനിറ്റ് അവിടെ എല്ലാവരും ഇരുന്നിട്ടാണ് ബാക്കി തുടങ്ങിയത്. അങ്ങനെ നമ്മൾ കുന്നും മലയൊക്കെ കയറി ഇറങ്ങി നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇവിടുത്തെ വെള്ളം ആക്ച്വലി ഭയങ്കര ബ്ലൂ കളർ. അത് ന്യൂസിലൻഡിൽ പലയിടത്തും അതെ, നല്ല ബ്ലൂ ആൻഡ് ഗ്രീൻ കളർ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമായിരിക്കും. ചില സ്ഥലത്തൊക്കെ പകുതി സ്ഥലം ബ്ലൂ പകുതി സ്ഥലം ഗ്രീൻ, അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് വെള്ളം. നമുക്ക് ബീച്ചുകളിലൊക്കെ പോയി നോക്കി നിൽക്കാൻ തോന്നും. സോ ഐ വിൽ ഷോ യു മോർ. ഈ ഒരു നാച്ചുറൽ റോക്ക് ആർച്ചാട്ടോ ഇവിടുത്തെ ഏറ്റവും ഫേമസ്. ആക്ച്വലി ഇവിടെ അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു ഞങ്ങൾ ഇന്ന് പോയ ദിവസം. ഒരു പബ്ലിക് ഹോളിഡേ ആയിരുന്നു. അത് മാത്രമല്ല ഒത്തിരി ഹൈ ടൈഡും ആയിരുന്നു. പക്ഷേ ഇന്ന് വെതർ അടിപൊളിയായിരുന്നു. ഒത്തിരി വെയിലും ഇല്ല, എന്നാൽ ഒത്തിരി തണുപ്പോ അല്ലെങ്കിൽ മഴയോ അങ്ങനെയൊന്നും ശല്യം ചെയ്തുമില്ല. നടക്കാനും ഇത് വന്ന് കാണാനും പറ്റിയ പെർഫെക്റ്റ് വെതറായിരുന്നു. ഇന്ന് ടൈഡ് കുറച്ച് കൂടുതലായതുകൊണ്ട് ആണ് ഇത്രയും വെള്ളം കയറി കിടക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡ് വഴി നമുക്ക് അപ്പുറത്തോട്ടൊക്കെ നടക്കാനൊക്കെ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നടന്ന് കാണാനൊന്നും പറ്റിയില്ല. അത്യാവശ്യം ഉള്ള തീരത്തൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി ടൈം സ്പെൻഡ് ചെയ്തു. ചുമ്മാ ഒരു രസം. വെള്ളം കെട്ട് എടുത്ത് ചാടാൻ ആഗ്രഹമുണ്ടെങ്കിലും നമ്മൾ കാലൊക്കെ നനച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് തിരിച്ചു പോരാൻ തീരുമാനിച്ചു. ഓക്ലാൻഡിലുള്ള ഫുൾ ഫാമിലി നമുക്കിന്ന് കൂടെ കൂട്ടാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ ഉള്ളതുപോലെ അടിച്ചു പൊളിച്ച് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു അവിടെ. ഇവിടെ പലതരം ബോട്ട് സർവീസും കയാക്കിങ്ങും ഒക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ. സ്പീഡ് ബോട്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മൾ നടക്കാനാണ് തീരുമാനിച്ചത്. ബോട്ടിൽ വരേണ്ടവർക്ക് നേരെ മെയിൻ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തിയിട്ട് അവിടുന്ന് ബോട്ടുണ്ട്. നമ്മൾ നേരെ മുകളിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ നടന്നു വരിക ചെയ്തത്. സോ എങ്ങനെ വേണമെങ്കിലും നമുക്കിവിടെ എത്താം. സത്യം പറഞ്ഞാൽ ഇവിടുന്ന് കയറി പോരാനേ തോന്നുന്നില്ലായിരുന്നു കേട്ടോ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളവും നല്ല കറക്റ്റ് തണുപ്പും. കളിയെല്ലാം കഴിഞ്ഞ് പാവം ഒന്ന് തണുത്തിട്ട് വന്നിരിക്കുന്ന ഇരിപ്പാട്ടോ. ആൾക്കെന്തായാലും സന്തോഷമായി. ഇനി തിരിച്ചു പോകണം. ശരിക്കും അതൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാ, തിരിച്ചു പോയാലോ?
അങ്ങനെ മനസ്സോടെ എല്ലാവരും തിരിച്ചു കയറാൻ തുടങ്ങി. എല്ലാവർക്കും പിറ്റേ ദിവസം ജോലിയുണ്ട്. അല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തേനെ. Blow it. Make a wish and blow. 1, 2, 3. താഴത്തോട്ട് നടന്ന ഉത്സവമൊന്നും ഇല്ലായിരുന്നു ആക്ച്വലി മുകളിലോട്ട് നടക്കാൻ. പക്ഷെ എല്ലാവരുടെ വർത്തമാനം പറഞ്ഞ് ജോലി അടിച്ച് മുകളിലേക്ക് എത്തി. ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളർ കണ്ടോ? ഭയങ്കര ഭംഗിയല്ലേ കാണാൻ. ന്യൂസിലൻഡിലുള്ള ഒട്ടുമിക്ക എല്ലാ വാട്ടർ ബോഡീസിനും ഈ ഒരു കളറാട്ടോ. അതിൻ്റെ മെയിൻ റീസൺ ഇവിടുത്തെ വെള്ളം ഭയങ്കര പ്യുവറാണ്, അൺപൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ബ്ലൂ ആൻഡ് ഗ്രീനിഷ് കളർ കിട്ടുന്നത്. മോളിലെത്തിയിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരെ വിട്ടു അടുത്ത ഡെസ്റ്റിനേഷൻ ഫുഡ് അടിക്കാൻ. അധികം ഒന്നും ദൂരെ പോവാതെ ഇവിടെ തൊട്ട് താഴെയുള്ള ദ പോൾ ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രീവറി കം ഒരു കഫേ പോലത്തെ ഒരു സ്പോട്ടിലാണ് നമ്മൾ കയറിയത്. ഒരു കോസി, വൈബ്രൻറ്റ്, ഒരു വൈൽഡ് ഇംഗ്ലീഷ് ടച്ചുള്ള ഒരു കളർഫുൾ കഫേ. അവിടെ 2 പെറ്റ് ഡോഗ്സ് ഉണ്ടായിരുന്നു കേട്ടോ ആ കഫേയിൽ. ഇവിടെ ന്യൂസിലൻഡിൽ വേറൊരു പ്രത്യേകതയാണ്, നമുക്ക് ഭയങ്കര പെറ്റ് ഫ്രണ്ട്ലി ആണ് എല്ലായിടത്തും. ഇപ്പോൾ കഫേയിലായിക്കോട്ടെ, പബ്ലിക് സ്പേസിലായിക്കോട്ടെ, ഓഫീസ് സ്പേസിലായിക്കോട്ടെ, എല്ലായിടത്തും പെറ്റ്സൊക്കെ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണ്. ആർക്കും ശല്യമില്ലാതെ എവിടെയെങ്കിലുമൊക്കെ നടന്നോളും. നമ്മൾ ചെറുതായി ചേഴ്സൊക്കെ പറഞ്ഞ് ഇവിടുന്ന് ഫുഡ് കഴിച്ചു. നമ്മളീ കൂടെയുള്ള എല്ലാവരും നാടൻ ഫുഡിൻ്റെ വലിയ ഫാനാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തൽക്കാലം ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് തിരിച്ച് ഓക്ലാൻഡിൽ പോയി അവിടെ സോൾട്ട് മാംഗോ ട്രീയിലും കയറാനാണ് പ്ലാൻ. എനിക്കും ഞാൻ തൃശ്ശൂർ പഠിക്കാൻ പോയപ്പോൾ എന്താ സംഭവിച്ചെന്നറിയോ? എന്നോട് ചോദിച്ചു, നിങ്ങളല്ലേ ഫാ ഉപയോഗിക്കുന്നത്? അല്ലല്ല, ഞങ്ങളുടെ ഭാഷയൊക്കെ അടിപൊളി ഭാഷ. ഇതൊക്കെ കഴിച്ച് വയറ് മനസ്സ് നിറഞ്ഞ് നമ്മൾ നേരെ പോകുന്നു ഓക്ലാൻഡിലേക്ക്, തിരിച്ച് വീട്ടിലോട്ട്. അവിടെ എത്താറാകുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ഫ്യൂൽ ചെയ്യാൻ കയറും. സോൾട്ട് മാംഗോ ട്രീ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തൽക്കാലം ഒരു ചെറുതായിട്ടൊന്ന് ഫുഡ് അടിച്ചത്. ഇനിയിപ്പോൾ ബാക്ക് ടു ഓക്ലാൻഡ്. ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ് ആകാശവും സൺസെറ്റും ഭയങ്കര ഭംഗിയാണ്. ബേസിക്കലി പറഞ്ഞാൽ ന്യൂസിലൻഡ് ഫുൾ ഭംഗിയാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് സ്പോട്ടാട്ടോ ഇത്. ഓക്ലാൻഡിൽ സൗത്ത് ഇന്ത്യൻ ഫുഡിന് ബെസ്റ്റ് ഓപ്ഷൻ ഇത് തന്നെയാണ്. ഇവിടെ കംപ്ലീറ്റ്ലി ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. നാട്ടിലെ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റിൽ പോയൊരു ഫീല്, നല്ല നാടൻ ഫുഡിൻ്റെ ഫ്രാഗ്രൻസ്. ഇതാ പെട്ടെന്ന് ഫുഡും വന്നു. പിന്നെ അധികം വെയിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല. പൊറോട്ടയും ബീഫും കപ്പ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും അങ്ങനെ എല്ലാ ഫുഡും കഴിച്ച് ഇന്നത്തെ ദിവസം ഫുൾ അങ്ങ് എൻജോയ് ചെയ്തു. അപ്പോൾ ഇനി ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. ബൈ.